ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളതെന്ന് ചിന്തിച്ചാൽ, അല്ലാഹുവേ, അല്ലാഹു ഏകനായ റബ്ബ് നമ്മളോട് എത്ര കരുണയുള്ള, എത്ര സ്നേഹമുള്ള അല്ലാഹുവാണ്. ഓരോ ശ്വാസം വിടുമ്പോഴും അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്ക ശുക്ർ, റബ്ബിന് എത്ര ശുക്ർ ചെയ്താലും അല്ലാഹുവിന് എത്ര നമ്മൾ സ്തുതി പറഞ്ഞാലും തീരൂല. കാരണം എന്താ അറിയോ, നമുക്ക് റബ്ബ് തന്ന അനുഗ്രഹങ്ങൾ ഓർത്താൽ കണ്ണിന് കാഴ്ച, ചെവിക്ക് കേൾവി, ശ്വാസമെടുക്കാനുള്ള കഴിവ്, ശാരീരികമായ എല്ലാ അവയവങ്ങൾക്കുള്ള ആരോഗ്യം, മാനസികമായി നമ്മുടെ മനസ്സിനുള്ള സന്തോഷ സമാധാനങ്ങൾ, പിന്നെ നമ്മുടെ സാമ്പത്തികമായ കാര്യങ്ങളിലുള്ള വിജയങ്ങൾ, ഇതൊന്നും നമ്മളായിട്ട് പ്രയത്നിച്ചിട്ടല്ലല്ലോ, നമ്മളായിട്ട് എന്തെങ്കിലും ശ്രമിക്കുന്നുണ്ടോ ഇതൊക്കെ നിലനിൽക്കാൻ വേണ്ടിയിട്ട്? നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് നിലനിന്ന് പോകാൻ നമ്മളെക്കൊണ്ട് പിടിച്ചു നിർത്താൻ കഴിയുമോ എന്തെങ്കിലും? ഇല്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിൻ്റെ കരുണ, കാരുണ്യം, രക്ഷ അത് നമ്മൾക്കുണ്ടാകുമ്പോൾ മാത്രമാണ് ഇതെല്ലാം നിലനിന്ന് പോകുന്നത്. അല്ലാഹുവേ, അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ ഓർത്ത് ഇങ്ങനെ കഴിഞ്ഞു കൂടുന്ന സമയമുണ്ടല്ലോ, അത് കിട്ടുന്ന അനുഭൂതി, അപ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം, അതുതന്നെയാണ് സ്വർഗീയ ആനന്ദം എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാരണം എന്താ പറയുക, നമ്മൾ അല്ലാഹുവിനെ ഓർക്കാതെ കഴിഞ്ഞു കൂടുന്ന സമയങ്ങളുണ്ടല്ലോ, പല കാര്യങ്ങൾ ചെയ്തും പല ചിന്തകളിലായും പല ജോലികളിലായും ഏർപ്പെട്ട് നമ്മൾ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ അല്ലാഹു എന്നുള്ള ഒരു ഓർമ്മയോ ചിന്തയോ ഇല്ലാത്ത സമയം, അത് ഏറ്റവും മോശമായ സമയം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട സമയം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിനെ ഓർക്കാതെ പോയ സമയങ്ങൾ തന്നെയാണ്. അത് എത്രയെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. നമ്മൾ അല്ലാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന സമയമുണ്ടല്ലോ, മനഃപൂർവ്വം നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്ന സമയം, നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ ബാങ്ക് കൊടുത്ത് നമ്മൾ ഖളാഅണേൻ്റെ മുന്നേ നിസ്കാരത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ആ സമയം നമ്മൾ ഓർക്കുന്നുണ്ട്. അതുപോലെ നോമ്പ് കാലത്താണെങ്കിൽ നമ്മൾ നോമ്പ് നോൽക്കുമ്പോൾ ഓരോ കാര്യം, നോമ്പിൻ്റെതായ ഓരോ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അല്ലാഹുവിനെ ഓർക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും അല്ലാത്ത സമയത്ത് അല്ലാഹുവിനെ മനഃപൂർവ്വം ഓർക്കാനായിട്ടൊരു നിമിഷം നമ്മൾ ശ്രമിച്ചാൽ, ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് അല്ലാഹുവിനെ കുറിച്ചുള്ള ആ ഒരു ആത്മാർത്ഥമായി അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ എണ്ണി ഓർത്ത് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അതിനേക്കാളും സന്തോഷം, അതിനേക്കാളും സമാധാനം കിട്ടണ വേറെ ഒരു സമയമില്ല കേട്ടോ. ഞാനിപ്പോൾ ഈ പറയുന്ന സമയത്തിൻ്റെ കൂടെ ആരുമില്ല. ഞാൻ ഒറ്റക്ക് അല്ലാഹു തന്ന അനുഗ്രഹീതമായ വീട്ടിൽ ഒരു റൂമിൽ ഫാൻ്റെ ചോട്ടിൽ ചൂടിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ആ ഒരു ഇരുത്തത്തിൽ, പുറത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര ചൂടാണ്, ഇറങ്ങിയാലും നല്ല അസഹ്യമായ ചൂട്. പക്ഷേ നമുക്ക് റബ്ബ് തന്ന സൗഭാഗ്യങ്ങളിൽ വീട്ടിൻ്റെ ഉള്ളിൽ ഫാനൊക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് മനഃപൂർവ്വം റബ്ബ് തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഓരോ അനുഗ്രഹങ്ങളും ഇങ്ങനെ മനസ്സിൽ മിന്നി മായുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അതാണ് വല്ലാത്ത അനുഭൂതി, വല്ലാത്ത സ്വർഗീയ ആനന്ദം. അല്ലാഹുവേ, അല്ലാഹു ജല്ല ജലാലുഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫിലേക്ക് ഞാനൊന്ന് എത്തിയപ്പോൾ അല്ലാഹുവേ, കിട്ടിയ അനുഭൂതി ഉണ്ടല്ലോ, കഅബാലയത്തിന് മുന്നിലെത്തിയപ്പോഴുള്ള അനുഭൂതി ഉണ്ടല്ലോ, അതുപോലുള്ളൊരു അനുഭൂതി തന്നെയാണ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ അല്ലാഹുവിനെ ഓർത്തിരിക്കുന്ന സമയം. അത് നിസ്കാര സമയത്തൊന്നും അല്ലാതെ തന്നെ നമ്മൾ അല്ലാഹുവിനെ മനഃപൂർവ്വം ഓർത്തിരിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയം നമ്മൾ അങ്ങ് പരിശുദ്ധ മക്ക ഹറമിലെത്തി കഅബാലയത്തിന് മുന്നിലെത്തിയ പോലെ
മദീന മുനവ്വറയിൽ റൗളാ ഷരീഫിലെത്തിയ പോലെ ഉള്ളൊരു അനുഭൂതി, ഉള്ളൊരു സന്തോഷമാണ് കേട്ടോ. അല്ലാഹു ജല്ല ജലാലുഹു എപ്പോഴും സദാസമയം അല്ലാഹുവിനെ ഓർത്തോർത്തിരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.